നമ്മൾ ഒരുപാട് വർഷമായി മാർക്കറ്റിലുള്ള ഒരാളായിരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇത്. കണ്ടോ, അതാണ്ട് ഈ ഒരു ചാർട്ട് ഒന്ന് നോക്കിയേ. ഇതുപോലെ മാർക്കറ്റ് പല ദിവസങ്ങളിലും ഇങ്ങനെ അപ്സൈഡ് ഷൂട്ടപ്പ് ചെയ്ത് പോകുന്നത് കാണാം. പക്ഷെ അതിന്റെ പിന്നിലെ കാരണം ആർക്കും അറിയില്ല. അതേപോലെ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ്, അതായത് മാർക്കറ്റ് ഒരു ദിവസം ദേ ഇവിടെ അവസാനിച്ചിട്ട് ഈ ഒരു ലെവലിൽ അവസാനിച്ചിട്ട് മാർക്കറ്റ് പിറ്റേ ദിവസം ദേ ഈ ഒരു ലെവലിലൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു. അതെന്താ മാർക്കറ്റ് എന്തുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മാർക്കറ്റിലെ? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വലിയ മൂവ് ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? ഇത് പലർക്കും ഇത് മനസ്സിലാവാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത് ക്യാൻഡിൽ വെച്ചിട്ടാണ്. ക്യാൻഡിൽ വെച്ച് പഠിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ക്യാൻഡിൽ മോശമാണെന്നല്ല, ക്യാൻഡിൽ ആകെ 4 ഡേറ്റേ ഉള്ളൂ: ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഇതല്ലാതെ ക്യാൻഡിൽ ഒന്നുമില്ല. ഇതിനപ്പുറം എന്തോ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ക്യാൻഡിലിൽ ആകെ ഒന്നുമില്ല, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് അല്ലാതെ മറ്റൊന്നും ക്യാൻഡിൽ ഇല്ല. അപ്പൊ പലർക്കും ഈ ക്യാൻഡിൽ ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻഡിൽ പാറ്റേൺസ് ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്ന് വരെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശരിക്കും ക്യാൻഡിൽ പാറ്റേൺസിനോ ക്യാൻഡിൽസിനോ മാർക്കറ്റിലെ പ്രാധാന്യം വളരെ 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 കുറവാണ്. ഓക്കെ, അപ്പൊ അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം നമുക്ക് വേസ്റ്റ് ആയി പോകും എന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് മോസ്റ്റ് ഓഫ് കിട്ടാൻ പോണ കണ്ടന്റ് എല്ലാം ക്യാൻഡിൽ ബേസ്ഡ് ആയിരിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, ക്യാൻഡിലാണ് നമ്മൾ വിഷ്വലി കാണുന്നത് ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുക, അതാണ് മാർക്കറ്റ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ല. അപ്പോ മാർക്കറ്റ് എന്തുകൊണ്ടാണ് അപ്സൈഡ് പോണത്, ഇതുപോലെ പല ദിവസങ്ങളിലും ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നത്, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നത്, ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. അപ്പൊ ക്യാൻഡിലിന് പിന്നിലെ ആ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം, സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് റൂൾസ് അറിയണം. റൂൾസ് എന്ന് വെച്ചാൽ ബേസിക് റൂൾസ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു മാർക്കറ്റ് ട്രെൻഡിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇവിടെ ഒന്ന് കാണിക്കാം. ഒരു മാർക്കറ്റ് ട്രെൻഡിലാണെന്ന് പറയും. ഒരു അപ് ട്രെൻഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡൗൺ ട്രെൻഡിന്റെ കേസ് നമുക്ക് പിന്നീട് നോക്കാം. ഒരു അപ് ട്രെൻഡ്. ഓക്കെ, ഇതെന്ത് ട്രെൻഡാണ്? ഈ കാണുന്ന എന്ത് ട്രെൻഡാണ്? ഇതൊരു അപ് ട്രെൻഡ് ആണ് അല്ലെ? ക്ലിയർ ആയിട്ടൊരു അപ് ട്രെൻഡ് ആണ്. മാർക്കറ്റ് സ്ലോലി മുകളിലേക്ക് മൂവ് ചെയ്യാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതൊരു അപ് ട്രെൻഡ് അല്ലാതാവുന്ന എപ്പോഴാണ്? മാർക്കറ്റ് ഇതേ അവസാനം വരെ അപ്സൈഡ് പോയിട്ട് ഇവിടെ ഒരു ഫോളോ ഉണ്ടാവും. ഇത് ഇങ്ങനെ ഒരു ഫോളോ ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ടാവും. അവസാനം വരെ അപ്സൈഡ് പോയിട്ട് പിന്നെ അവസാനം വന്നിട്ട് പെട്ടെന്ന് ഒരു ഫോളോ. ഇതൊരു അപ് ട്രെൻഡ് ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. ഇതിനൊരു ട്രെൻഡ് ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ റൂൾ എല്ലാവർക്കും ക്ലിയർ ആണ്. മാർക്കറ്റ് ട്രെൻഡ് പോണെങ്കിൽ സ്ലോലി ആയാലും മുകളിലോട്ട് തന്നെ പോകണം, അല്ലാതെ ഏറ്റവും അവസാനം ഒന്നും വന്ന് മാർക്കറ്റ് ഇങ്ങനെ ഒരു വലിയ ഫോളോ ഒന്നും നൽകാൻ പാടില്ല. അത് ട്രെൻഡ് ആയിട്ട് എടുക്കരുത് കേട്ടോ. അതൊരിക്കലും ഒരു ട്രെൻഡ് അല്ല. ഓക്കെ, അപ്പൊ ഈ റൂള് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ കാര്യം, 3 കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ അപ്സൈഡ് പോവുമല്ലോ, അപ്സൈഡ് പോണ സമയത്ത് ഈ ഒരു അപ്സൈഡ് ട്രെൻഡിന്റെ കൂടെ ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ? ഇത് നമ്മൾ അവരാ മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിക്കുന്നത്, ക്യാൻഡിൽ പാറ്റേൺസ് അല്ല. ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് മാർക്കറ്റിൽ ഉണ്ടോ? അതായത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ എൻ്റർ ആവുന്നുണ്ടോ എന്നറിയണം. അതറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻഡിൽ നോക്കിയല്ല മനസ്സിലാക്കുന്നേ. നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇത് നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട് ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ഫയേഴ്സ് എന്ന് പറയുന്ന ബ്രോക്കറാണ്. എല്ലാ ബ്രോക്കേഴ്സിലും, ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സിലും ഉണ്ട്. നമ്മൾ നിഫ്റ്റിയിൽ പോയിട്ട്, ഇപ്പം ഇവിടെ സിമ്പിൾ സെർച്ച് ചെയ്യുന്ന അവിടെ പോയിട്ട് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് എടുക്കാം. ഫ്യൂച്ചർ ചാർട്ട്, അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഭാഗത്ത് പോയിട്ട് ദേ ഇവിടെ കണ്ടോ, ഓപ്പൺ ഡ്രസ് എന്ന് കണ്ടോ? ഓപ്പൺ ഡ്രസ് എന്നായിരിക്കും പേര്. ഓക്കെ, ആ ഓപ്പൺ ഡ്രസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കൊരു ചാർട്ട് ഇങ്ങനെ ബിലോ കിട്ടും. ഇതേപോലെ. ഇതെന്താ കാണിക്കുന്നത്? നമ്മുടെ മാർക്കറ്റില് എത്രത്തോളം ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. അതായത് സിംപിളി പറഞ്ഞുതരാം, ഇത് ഫ്യൂച്ചേഴ്സിന്റെ ആണ്. അതായത് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇത് അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ശ്രദ്ധിച്ചോളൂ, ഇത് മുകളിലോട്ടാണ് ഈ ഒരു ഡേറ്റ കാണിക്കുന്നതെങ്കിൽ അവിടെ ബിഗ് പ്ലേയേഴ്സ് എൻ്റർ ആവുന്നുണ്ട്, അവർ പുതിയ പൊസിഷൻ എടുക്കുന്നുണ്ട് എന്നതാണ്. അതായത് ഈ ഒരു ചാർട്ട് മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് താഴേക്കാണെന്നുണ്ടെങ്കിലോ, ഇത് ബിലോ ആയിട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ബിലോ വരുന്നുണ്ടോ? ഇത് ബിലോ ആണ് പോകുന്നതെങ്കിൽ അവിടെ ബിഗ് പ്ലേയേഴ്സ് എൻ്റർ ആകുന്നില്ല. അതായത് പണം വലിയ രീതിയിൽ പമ്പ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഓർക്കുക. പണം വലിയ രീതിയിൽ പമ്പ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഈ അപ്സൈഡ് പോകുന്ന കേസിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അറിയാതെ ബിഗ് പ്ലേയേഴ്സ് അവിടെ എൻ്റർ ആകുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ റൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ
അവിടെ ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ആവുന്നുണ്ട് എന്നതാണ് ഈ ഒരു ചെറിയ റൂള്. ഇത് ആൾറെഡി എന്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് ഈ ഒരു റൂള് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്, മാർക്കറ്റ് അപ്സൈഡ് പോകണം. അപ്സൈഡ് പോയി മാർക്കറ്റ് അല്ല, ഈ ഒരു ഡേറ്റയിൽ അപ്സൈഡ് പോകണം. അപ്സൈഡ് പോയാൽ ബിഗ് പ്ലേയേഴ്സ് എൻ്റർ ആവുന്നുണ്ട്. ഇവിടേക്ക് നോക്കി, ഇത് കണ്ടോ, ഇവിടേക്ക് കണ്ടോ, ആ ഡേറ്റ് കൂടുന്ന കണ്ടോ. അതായത് എന്തിനാ ഇതിങ്ങനെ കൂടുന്നേ, അവര് പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നതാണ്. അവര് പുതിയ കോൺട്രാക്ട് ബൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡേറ്റ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ ഇതേ കണക്ക് താഴേക്കായിരിക്കും പോണത്. ഈ മുകളിലേക്കും താഴേക്കും പോണത് ക്യാൻഡിൽ നോക്കുമ്പോഴോ മാർക്കറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവൂല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് മാർക്കറ്റ് തന്നെ, ശരിക്കുള്ള നമ്മുടെ മാർക്കറ്റ് നോക്കാം. ഞാൻ ഈ പറയുന്നതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അതെല്ലാം മാറ്റി നമ്മുടെ ശരിക്കുള്ള നമ്മുടെ മാർക്കറ്റ് തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു മാർക്കറ്റ് നോക്കി, നമ്മുടെ മാർക്കറ്റ് ശ്രദ്ധിച്ചു കാണുക, സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കാണുക. നമുക്ക് ഈ ഡേറ്റാസ് അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് അധികം കിട്ടില്ല, അത് വളരെ കുറവായിരിക്കും. സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, വളരെ 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 കുറവായിരിക്കും. കിട്ടിയാൽ ഭാഗ്യം. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേൾക്കാം. നമ്മുടെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ, ഈ ഒരു ഏരിയയിലാണ്, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്, മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട്, ഏറ്റവും അവസാനം മാർക്കറ്റ് എന്താ ചെയ്തെന്ന് നോക്കി, ഒരു വലിയൊരു അപ്സൈഡ്. അതായത് ഏറ്റവും അവസാനം കണ്ടോ, മാർക്കറ്റ് ഇവിടെയാണ് അവസാനിക്കുന്നത്. അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ വലിയൊരു പുഷ് വന്നു കണ്ടോ. അതായത് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അപ്സൈഡ് പോയി. എല്ലാവർക്കും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇതൊന്ന് ലൈനായിട്ട് മാർക്കറ്റ് കാണിച്ചു തരാം. കണ്ടോ, മാർക്കറ്റ് ഇങ്ങനെ ഇതുപോലെ പയ്യെ പയ്യെ അപ്സൈഡ് പോവുകയാണ്. എന്നിട്ട് അവസാനം കൊണ്ട് ഒരൊറ്റ അപ്സൈഡിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, ഒരു സ്ലോലി പോണ ഒരു അപ് ട്രെൻഡ് ആണ് അല്ലെ. ഇത് സ്ലോലി പോണ ഒരു അപ് ട്രെൻഡ് ആണ്. അവസാനം വലിയ ഫോൾ ഒന്നും തന്നിട്ടില്ലല്ലോ മാർക്കറ്റ്, ഇല്ല. അവസാനം വലിയൊരു അപ്സൈഡ് പുഷാ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഇവിടെ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്, അത് ക്ലിയർ ആയി. നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം ക്ലിയർ ആയേ. ഇനി രണ്ടാമത് എന്താ നമ്മൾ നോക്കേണ്ടത്, ഒരു ക്യാൻഡിൽ ഒന്നും നോക്കണ്ട. ഇനി രണ്ടാമത് നമ്മൾ ഡേറ്റ എടുക്കാം. ഈ ഡേറ്റ കണ്ടോ, 3 കാര്യങ്ങളുണ്ട്, അതിൽ രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. ഈ ഡേറ്റ കണ്ടോ, ഇവിടെ പണം പമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അഥവാ ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ആ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു ഡേറ്റ ഒന്ന് നോക്കി, ഇവിടെയാണ് അവര് എൻ്റർ ആയി തുടങ്ങിയത് ബിഗ് പ്ലേയേഴ്സ്. ഓക്കെ, എന്നിട്ട് ഈ ഡേറ്റ മുകളിലോട്ടാണോ താഴേക്കാണോ, താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകും, ഈ ഡേറ്റ ഇങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതല് നോക്കി, ഈ ഒരു ഡേറ്റ മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്കല്ലേ പോണത്, അപ്സൈഡിലോട്ടല്ലേ പോണത്. അവസാന നിമിഷം നോക്കി, ഇതാണ് ഏറ്റവും അവസാന നിമിഷം എന്താ സംഭവിച്ചത് നോക്കി, മാർക്കറ്റ് അപ്സൈഡ് പോയപ്പോ ആ ഡേറ്റ വളരെയധികം അതും കൂടെ അപ്സൈഡ് പോയാണ്. നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ദിവസവും വരുമെന്ന്, ഇല്ല. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കൂല. അത് നമ്മൾ ഇപ്പൊ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എന്നാലേ ഞാൻ പറയുന്നത് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ കാരണം നമ്മൾ ഇപ്പൊ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ കിട്ടൂല. നമുക്ക് ആ ഒരു പേഷ്യൻസ് എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇത് വർഷങ്ങളോളം നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഓർക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ എന്ത് പോയിട്ടുണ്ട്, ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ പണം പമ്പ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി മനസ്സിലായി. അപ്പൊ 2 കാര്യങ്ങൾ മനസ്സിലായി. അതായത് അവസാന നിമിഷം നല്ല പമ്പിങ് നടന്നിട്ടുണ്ട് കേട്ടോ, അവസാന നിമിഷം നല്ല പമ്പിങ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ. ഇനിയാണ് മൂന്നാമത്തെ കാര്യമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ മൂന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ 2 കാര്യങ്ങൾ നോക്കിയാലും മതി. ഇത് ഫ്രീ ആണ്, ഈ ഡേറ്റ നമുക്ക് ഫ്രീ ആണ്. ഈ 2 ഡേറ്റയും ഇത് നമ്മുടെ എല്ലാവരും ബ്രോക്കേഴ്സിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന, 1 രൂപ പോലും കൊടുക്കാതെ കിട്ടുന്ന ഡേറ്റ ആണ്. പക്ഷെ എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് അറിയാം, എത്ര പേര് പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡേറ്റ. ഇനി ഈ മൂന്നാമത്തെ ഡേറ്റ ഇത് പെയ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഇത് OA Pulse എന്ന് പറഞ്ഞിട്ട് ഞാൻ പെയ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഇത് എടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഇത് പെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഇത് എടുക്കാൻ ആരെടുത്തും പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ 2 ഡേറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ 2 ഡേറ്റ് എങ്കിലും നോക്കൂ. പെയ്ഡ് ആയിട്ട് ഇത് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ കുറച്ചുകൂടെ മാർക്കറ്റിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പെയ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യരുതല്ലോ ഒന്നും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പറയണം. അപ്പൊ ഇതും കൂടെ പറയാണ്.
ഞാൻ പിന്നെയും പറയുന്നു, ഇത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാലും ഒരു 80% നമുക്ക് 70-80% നമുക്ക് എന്ത് കിട്ടും? കൺഫർമേഷൻ കിട്ടും. ഇത് മൂന്നാമത്തെ കാര്യം എടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി ഈ പറയുന്ന മൂന്നാമത്തെ കൺഫർമേഷൻ എന്ന് വെച്ചാല് ഈ ഡേറ്റ് എന്നാണ്? ഈ ഡേറ്റ് 3-ാം തീയതിയാണ്. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് തേർഡ് ഡേറ്റ് എടുക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ അവസാനത്തെ 1 മണിക്കൂർ, ഇത് ഓരോ മണിക്കൂറിലെ ഡേറ്റ് ആണ് കിട്ടുന്നത്. ഓരോ മണിക്കൂറിലെ അവസാനത്തെ 1 മണിക്കൂറില് ഇവിടെ ഒരു യെല്ലോ കളറിൽ കാണുന്നുണ്ടോ? 15,77,925 അവസാനത്തെ 1 മണിക്കൂറില് നമ്മുടെ മാർക്കറ്റിൽ നടന്നിട്ടുള്ള പമ്പിങ് ആണ് ഇത്. അതായത് എന്തുമാത്രം കോൺട്രാക്റ്റുകളാണ് അല്ലെങ്കിൽ എന്തുമാത്രം ട്രാൻസാക്ഷൻ ആണ്, വോളിയമാണ് മാർക്കറ്റിന്റെ അവസാനത്തെ 1 മണിക്കൂറിൽ ബിൽഡ് ചെയ്തേക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇത് ഹൈ ആയിരിക്കണം. ഇത് ഹൈ ആണെന്നുണ്ടെങ്കിൽ, അവസാനത്തെ 1 മണിക്കൂറിലെ പമ്പിങ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റിന്റെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയുമോ? അതാണ്ട് ഇവിടെ ഒരു വലിയ പുഷ് നടന്നുണ്ടോ? ആ സമയത്ത് ഈ പറയുന്ന നമ്മുടെ ഓയിൽ വളരെയധികം, ഈ ഒരു പമ്പിങ് വളരെയധികം നടന്നു കണ്ടോ? അത് എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ചെക്ക് ചെയ്യുന്നത്. അതൊരു യെല്ലോ ആയിട്ട് നമുക്കിവിടെ കാണിക്കും. കാരണം എല്ലാ വോളിയും യെല്ലോ അല്ല, ഇതൊന്നും യെല്ലോ അല്ല, കണ്ടോ? കാരണം ഇതൊക്കെ 3 ലക്ഷം 3 ലക്ഷം, ആ ഡേ മൊത്തം നോക്കി 8 ലക്ഷം 3 ലക്ഷം 3 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം. പക്ഷെ അവസാനത്തെ 1 മണിക്കൂർ മാത്രം 15 ലക്ഷം. അതെന്താ അങ്ങനെ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവസാനത്തെ അവര് അത്രയും പണം അവസാനത്തെ 1 മണിക്കൂർ പമ്പ് ചെയ്തു. ആ ഒരു ഡേയില് കംപ്ലീറ്റ് നടന്ന ഈ ഒരു ഡേയില് ഓരോ മണിക്കൂറിലെ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ മുകളില് അവസാനത്തെ 1 മണിക്കൂറിൽ പമ്പ് ചെയ്തേക്കാണ്. എന്നിട്ട് അത് എക്സിറ്റ് ചെയ്തിട്ടില്ല. എന്നാ നോക്കി, എക്സിറ്റ് ചെയ്താല് ഈ ലൈൻ കണ്ടോ, ഈ യെല്ലോ ലൈൻ താഴേക്ക് വരും. പക്ഷെ ആ എക്സിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തിനാ അവരത് എക്സിറ്റ് ചെയ്യാതെ ഇത്രയും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നേ? എന്തിന് ഹോൾഡ് ചെയ്യുന്നു ഇത്രയും പൊസിഷൻ എക്സിറ്റ് ചെയ്യാതെ? കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്, അവര് പണം അവര് പുതിയ പുതിയ കോൺട്രാക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്, അഥവാ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവസാനത്തെ 1 മണിക്കൂറിൽ വളരെ വലിയ വോളിയവും അവര് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് എന്തുകൊണ്ടാണ്? കാരണം ഈ ട്രെൻഡ് പിറ്റേ ദിവസവും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ഡേറ്റ മാത്രം വെച്ചിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. ഇത് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റ ആണ്. ഇതുപോലത്തെ ഒരുപാട് ഡേറ്റാസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. അല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടാണ് ഇത് മാത്രം വെച്ചിട്ടാണോ ട്രേഡ് എടുക്കുന്നത്? അല്ല, ഇത് ഒരു ടൂളാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഇതുപോലത്തെ ഒരുപാട് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതായാലും ട്രേഡ് എടുക്കുന്നതായാലും ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരു ടൂളാണ്, ഇത് മാത്രം ഉപയോഗിച്ചിട്ടല്ല ട്രേഡ്സ് എടുക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. ഓക്കെ, പക്ഷെ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂളുകളിൽ ഒരു ടൂളാണിത്. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിച്ച് കണ്ടോളുക. അപ്പൊ ഇത്രയും പണം പമ്പ് ചെയ്യുകയും എക്സിറ്റ് ചെയ്യാതെ അവരത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ ആ പൊസിഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്താ സംഭവിച്ചത് നോക്കി, അവർ ഇത്രയും ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് പിറ്റേ ദിവസം എന്താ സംഭവിച്ചത് നോക്കി, ഒരൊറ്റ പോക്കാണ് മാർക്കറ്റ് അപ്സൈഡിലേക്ക്. നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഓക്കെ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു, ഇത് എന്താ കാരണം? തലേ ദിവസം അവർ ഈ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് ഈ ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവോ? അപ്പൊ കുറച്ച് പേരെങ്കിലും വിചാരിക്കാം പിന്നെന്താ, ക്യാൻഡിൽ നോക്കുമ്പോൾ മാർക്കറ്റ് അപ്സൈഡിലേക്കല്ലേ ഇതിന്റെ അവസാനം ഒക്കെ ഒരു ബൈയിങ് വന്നിട്ടുണ്ടല്ലോ, അത് അപ്സൈഡ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ മാർക്കറ്റ് ബൈയിങ് ആണെന്നുള്ളത്? ഇല്ല, അതിന്റെ ഒരു തെളിവ് ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഇത് നോക്കി, ഈ കാര്യം ഒന്ന് നോക്കി. ഈ ഒരു ദിവസം മാർക്കറ്റ് ഒരു വലിയ ട്രെൻഡ് തന്നു, കഴിഞ്ഞ ദിവസം ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട്. എന്നാൽ അടുത്ത ദിവസം മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ ഇവര് സൈലന്റ് ആയിട്ട് അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഏത് ക്യാൻഡിലാണ് നമുക്ക് ഇവർ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന പറഞ്ഞു തരുന്നത്? ഒരു ക്യാൻഡിലും പറഞ്ഞു തരില്ല. കാരണം ഇത് നമ്മൾ ഒരു സാധാരണ ഒരാൾ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സാധാരണ ഒരാൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഇതൊരു അപ് ട്രെൻഡ് ആണ്, കറക്റ്റ് ആണ്, ഇതൊരു അപ് ട്രെൻഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിറ്റേ ദിവസം അപ് ട്രെൻഡ് വന്നു. എന്നാൽ ഈ ട്രെൻഡിനെ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് പിന്നെയും പണം പമ്പ് ചെയ്യണ്ടേ? പക്ഷെ ഇവിടെ പമ്പിങ് നടന്നിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. മാർക്കറ്റ് അപ്സൈഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ് അവിടെ. ഇവര് തലേ ദിവസം പയ്യെ പയ്യെ ഒരു പൊസിഷൻ ബിൽഡ് ചെയ്ത് വെച്ചു. അതായത് മാർക്കറ്റ് സ്ലോലി അപ്സൈഡ് പോയി പയ്യെ പൊസിഷൻ ബിൽഡ് ചെയ്ത് വെച്ചു. ഇവര് മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ എന്ത് ചെയ്യാണ്? അവര് എക്സിറ്റ് ചെയ്യാണ്. പല ആൾക്കാരും ഇവിടെ ഈ മാർക്കറ്റ് ഈ അപ്സൈഡ് പോണ കണ്ടിട്ടായിരിക്കും പിറ്റേ ദിവസം ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്.
അതായത് നമ്മൾ ഈ ക്യാൻഡിൽ നോക്കിയാണ് പിറ്റേ ദിവസം ബൈ ചെയ്യണോ അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ബൈ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മൾ ബൈ ചെയ്യുന്ന അങ്ങനെയല്ല. ഒന്ന് ചിന്തിച്ച് നോക്കി, ഞാൻ പറയുന്നത് തെറ്റാണ് ആലോചിച്ച് നോക്കി. മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡ് പോകുമ്പോഴല്ലേ പലരും ബൈ ചെയ്യാൻ ചിന്തിക്കുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ വിഷ്വലി ഇത് കാണുന്ന സമയത്ത് അവരിവിടെ നൈസായിട്ട് മിണ്ടാ പൊസിഷൻ എക്സിറ്റ് ചെയ്യാണ്. കണ്ടോ, ഇത് നോക്കി, പൊസിഷൻ എക്സിറ്റ് അടക്കുകയാണ്. ഇത് ക്യാൻഡിലിൽ പറഞ്ഞു തരൂല, ഇത് ഒരു ക്യാൻഡിലും പറഞ്ഞു തരൂല. കണ്ടോ, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് ഇനി ഈ ഒരു കാര്യം കൂടെ നോക്കാം, ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യം സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേട്ട് നോക്കാം. അവരിവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കും, അവസാനം ഇവിടെ പിന്നെ ഒരു പമ്പിങ് നടന്നിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ആ സമയത്ത് മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നോക്കി. ആ പമ്പിങ് എപ്പോഴാണ് നടന്നേ നോക്കി. മാർക്കറ്റ് സൈഡ് വേസ് നിൽക്കുന്ന സമയത്താണ് ഈ വോളിയം കൂടുന്നത്. ഞാൻ ഇവിടെ ഒരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അത് കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടെ തൊട്ടാണ് ആ പമ്പിങ് വന്നേക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് നോക്കി, ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. കണ്ടോ, മാർക്കറ്റ് ശരിക്കും ആ ട്രെൻഡ് ഉണ്ടായിരുന്ന സമയത്ത് അവര് മാർക്കറ്റിൽ കയറിയിട്ടില്ല. ആ ട്രെൻഡ് ഉണ്ടായ സമയത്ത് അവര് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടില്ല. നോക്കി, അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. കുറച്ചെങ്കിലും ക്യാൻഡിലുകൾക്ക് പിന്നിലുള്ള കുറച്ചെങ്കിലും ഡേറ്റ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്കോ കമന്റോ ചെയ്ത് പറയുക. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ദയവ് ചെയ്ത് ആരും സൈലന്റ് ആയിട്ട് കാണരുത്. സൈലന്റ് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കും ആർക്കും ഉപയോഗപ്പെടുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നെങ്കിൽ അത് അറിയിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം. എന്താണെന്നുള്ളതോ അത് അറിയിക്കാം. അപ്പോ ഈ ഒരു കാര്യം നോക്കി, മാർക്കറ്റ് അപ്സൈഡ് പോയപ്പോ അവര് മിണ്ടാ എക്സിറ്റ് ചെയ്യാണ്, നമുക്ക് മനസ്സിലായില്ല. അപ്പോ ഇനി അടുത്ത ദിവസം ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിട്ട്, ഞാൻ ഈ ഡേറ്റ എല്ലാം ഒന്ന് മാറ്റാം. ഈ ക്യാൻഡിൽ മാത്രം നോക്കുന്ന ഒരാൾ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിട്ട് പലപ്പോഴും എന്ത് ചെയ്യാം, പിറ്റേ ദിവസം ഒരു നല്ല ബൈയിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയെന്നൊക്കെ കരുതിയിട്ട് വെയിറ്റ് ചെയ്യാം. പിറ്റേ ദിവസം മാർക്കറ്റ് എന്താ നടന്നതെന്ന് നോക്കി. ഒരൊറ്റ ട്രാപ്പാണ് അവിടെ. മാർക്കറ്റ് ഒരു അപ്സൈഡ് പോയിട്ട് അപ്പ് തന്നെ ഒരു ഫോള്. കണ്ടോ, അപ്പൊ തന്നെ ഒരു ഫോള് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ തന്നെ ഒരു ഫോള് വന്നിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെയും അടുത്ത് നോക്കി, ഒരു അപ്സൈഡ് മൊത്തം അന്നത്തെ ദിവസം ഈ ബൈ ചെയ്യാൻ പോയൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. ബൈയിങ് സെല്ലിങ്. കാരണം എന്താ, തലേ ദിവസം അവിടെ ബിൽഡപ്പ് പൊസിഷൻ ഹോൾഡിങ്സ് ഒന്നും നടന്നിട്ടില്ല. അവിടെ ഇത് എന്താ നടന്നിരിക്കുന്നത് നോക്കി. കണ്ടോ, മാർക്കറ്റ് അപ്സൈഡ് പോയി, പക്ഷെ അവര് പൊസിഷൻ ആഡ് ചെയ്തിട്ടില്ല. ഇത് ക്യാൻഡിൽ നിന്ന് കിട്ടൂല. ഈ ഡേറ്റ ഞാൻ പിന്നെ പറഞ്ഞ ഇത് ക്യാൻഡിൽ നിന്ന് കിട്ടൂല. അപ്പോ ഇതേപോലുള്ള ഞാനിപ്പോ 3 റൂള് വെച്ചിട്ടാണ് ഇത് പറഞ്ഞു, 3 റൂൾസ് പറഞ്ഞു. അപ്പൊ ഇതുപോലുള്ള ഡേറ്റാസ് വെച്ചിട്ടാണ് മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടത്, ക്യാൻഡിൽ വെച്ചിട്ടല്ല എന്ന് ഓർക്കുക. ഓക്കെ, ക്യാൻഡിലിന് മോശം പറയുന്നതല്ല, പക്ഷെ സത്യാവസ്ഥ ഞാൻ പറയുന്ന ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ക്യാൻഡിൽ അനുസരിച്ചിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കിയാലും മനസ്സിലാവും എത്രത്തോളം പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിലേക്ക് കോൺട്രാക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ റിസൾട്ട് മാത്രമാണ് ക്യാൻഡിൽ, അല്ലാതെ അതിന് മുൻപ് കാണിക്കുന്ന കാര്യമല്ല. അവര് പണം പമ്പ് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ടുകളാണ് ഈ പറയുന്ന പാറ്റേൺസും കാര്യങ്ങളും എല്ലാം, മറ്റൊന്നുമല്ല ക്യാൻഡിൽസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിച്ച് വർഷങ്ങളോളം ഒരുപാട് പേരെ പോവാറുണ്ട്. 3, 4, 5 വർഷം ഒക്കെ ക്യാൻഡിൽ മാത്രം പഠിച്ച് പോണവരുണ്ട്. ഡേറ്റാസിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇതിപ്പോ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ പുതിയ ആളായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ആൾറെഡി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പഠനം ഇതുപോലുള്ള കാര്യങ്ങളെ കൂടി പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുക ആ സമയം. കേട്ടോ, ഇതിന് അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും നമ്മുടെ. ഞാൻ അതിന് മുൻപേ പറയാണ്, ചിലപ്പോൾ നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, ഒരു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, മേ ബി പോട്ടെ, ഒരുപാട് വർഷമായിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും നമുക്ക് അത് ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് എന്താണ് മാർക്കിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത് എന്നതിലോട്ട് എന്ത് ചെയ്യുക, പഠനം കൊണ്ടുപോവുക. ഈ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിൽ പഠനം ഒതുക്കരുത്. ഒതുക്കിയാൽ നമ്മുടെ അറിവ് അവിടെ നിൽക്കും. നമ്മൾ വളരില്ല, നമ്മുടെ അറിവ് കൂടില്ല, നമ്മൾ അതിനുള്ളിലായി പോകും. ഒരുപാട് പേര് അതിനുള്ളിലായിട്ടുണ്ട്. അങ്ങനെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരായിരിക്കും വീഡിയോ കാണുന്നത്, വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ആ കാണുന്ന കുറച്ച് പേരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സ്വന്തമായിട്ട് പഠിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് മാർക്കറ്റ്, ഇങ്ങനെയാണ് മാർക്കറ്റിലെ പിന്നിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. ഒരുപാട് ഡേറ്റ ഉണ്ട് കേട്ടോ. ഈ ഒരു ഡേറ്റ ദയവ് ചെയ്ത് ആരും ഈ ഒരു ഡേറ്റ എടുത്ത് വെച്ച് ട്രേഡ് ചെയ്യാൻ പോകരുത്. കാരണം ഇത് എൻട്രി എക്സിറ്റ് ക്രൈറ്റീരിയ അല്ല ഞാൻ ഈ പറഞ്ഞത്. മാർക്കറ്റ് റണ്ണ് ചെയ്യുന്ന എങ്ങനെയാണ്, എൻട്രി എക്സിറ്റ് എന്നൊക്കെ വേറെ ഡേറ്റാസ് ആണ്.
അതിന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിന്റെ ആക്യുറസി കൂട്ടുന്ന, കറക്റ്റ് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കി തന്ന ഇതുപോലുള്ള ഡേറ്റാസ് ഉണ്ട്. അത്തരം ഡേറ്റാസ് ആണ് എൻട്രി എക്സിറ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഒരു കാര്യം മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡ് എടുക്കാൻ പാടില്ല. പക്ഷെ മാർക്കറ്റിന് ഇങ്ങനെ ഒരു വശമുണ്ട്. അല്ലാതെ എന്ത് ചെയ്യരുത്, ഈ ഒരു വശം കാണാതെ നമ്മൾ മറ്റൊന്നും പഠിക്കരുത്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിൽ നമ്മൾ പഠിക്കേണ്ടത്. തിരിച്ചല്ല, പലരും തിരിച്ചാ ചെയ്യുന്നത്. തിരിച്ച് ചെയ്യുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല. ക്യാൻഡിൽ പഠിച്ചിട്ട് ഇതിലോട്ട് പലരും വരാറ് പോലും ഇല്ല എന്നതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പൊ കുറച്ചു പേരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ബിലോ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് വേറെ ഒന്നും പോസ്റ്റ് ചെയ്യുന്നതല്ല, അതിനകത്ത് കോളോ ടിപ്സോ ഒന്നുമില്ല. ഇതേപോലുള്ള എഡ്യൂക്കേഷണൽ ടിപ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡേറ്റാസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡെയിലി ഒന്നും ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് അതിനുള്ള ടൈമില്ല. എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് മാർക്കറ്റ് ന്യൂസുകളൊന്നും അതിനകത്ത് ഞാൻ ഇടുന്നതല്ല. കാരണം ആ ന്യൂസുകൾ ഇടുന്ന ഇഷ്ടംപോലെ 100 കണക്കിന് ചാനലുകളും അല്ലെങ്കിൽ അത് കിട്ടും, ഒരുപാട് നല്ല ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ട്. ഞാൻ അതിനകത്ത് ഇത്തരത്തിലുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്നിട്ട് ട്രേഡ് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനവും ഇല്ല. എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അതും ഡെയിലി ഒന്നും പോസ്റ്റ് ചെയ്യത്തില്ല, അതിന് ടൈമില്ല. എനിക്ക് ടൈം കിട്ടുമ്പോഴായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾ അതിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കുറ്റം പറയാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടിട്ട് മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യുന്നവർ ചെയ്യുള്ളൂ. റിക്വസ്റ്റ് ഞാൻ വീക്കെൻഡ്സിലായിരിക്കും മിക്കവാറും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങള്, ഞാൻ പറയുന്ന കാര്യങ്ങള് കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക, ബുക്ക് വായിച്ച് പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക. എങ്ങനെ പഠിക്കുന്നു എന്നത് പ്രശ്നമല്ല. ആരടുത്തുനിന്ന് പഠിക്കുന്നെങ്കിൽ ആരടുത്തുനിന്ന് പഠിക്കാം, ബുക്ക് വായിച്ചെങ്കിൽ ബുക്ക് വായിച്ച്, സെൽഫ് ആണെങ്കിൽ സെൽഫ്, എന്ത് വേണോ ചെയ്യാം. പക്ഷെ ഏത് ഡയറക്ഷനിൽ പഠിക്കണം എന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഏത് ഡയറക്ഷനിൽ പഠിക്കണം, ഡീപ്പായിട്ട് സ്വന്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർ ഇതിനെ കുറിച്ച് പഠിച്ചു നോക്കുക. ഒരുപാട് ഡേറ്റ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ചാനലിൽ തന്നെ ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള അത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് മേ ബി അത് സഹായമാകേക്കാം. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. താഴെ കമന്റ്സും ലൈക്കും വരുന്നതനുസരിച്ച് ഞാൻ ചെയ്യും. കാരണം എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് സപ്പോർട്ട് ആവുന്നുണ്ടെങ്കിൽ, അവർക്ക് കുറച്ചുകൂടെ വ്യൂ തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇത്തരം വീഡിയോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാറി ചിന്തിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആർക്കും ഉപയോഗപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യാനുണ്ടല്ലോ. പക്ഷെ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഡെയിലി ഒന്ന് വീഡിയോ ഇടാനെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഡെയിലി ഇടാൻ ചിലപ്പോൾ ഞാൻ 2 ദിവസത്തെ ഒരിക്കലായിരിക്കും, ചിലപ്പോൾ 3 ദിവസത്തെ ഒരിക്കലായിരിക്കും, ചിലപ്പോൾ വീക്കിലി ഒരിക്കലായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ഫ്രീ കിട്ടുമ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക, ലൈക്കോ കമന്റോ ചെയ്ത് പറഞ്ഞാൽ മതിയാവും കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത നെക്സ്റ്റ് വീക്കില് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ എന്തായാലും ഉണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത വീക്കിലോ മറ്റോ ആയിരിക്കും അടുത്ത വീഡിയോ. ഓക്കെ, അപ്പൊ